ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്ക് വൻതോതിൽ മത്സ്യം ലഭിക്കുന്നുണ്ട്. മഴ ലഭിച്ചതോടെ കടലിൽ നിന്ന് വൻതോതിൽ മത്സ്യം ലഭിക്കുകയാണ്. അതേസമയം സംസ്ഥാനത്ത് കോഴിയിറച്ചി വില ഇടിയുകയാണ്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലിറങ്ങിയ മത്സ്യബന്ധന ബോട്ടുകൾക്ക് മഴ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. മഴ ലഭിച്ചതോടെ കടലിൽ നിന്ന് കിളിമീൻ, കണവ, കിനാവള്ളി തുടങ്ങിയ മീനുകൾ വൻതോതിൽ ലഭിക്കുന്നുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ തീരെ കുറവായിരുന്ന അവസ്ഥ തുടർന്നിരുന്നുവെങ്കിൽ സ്ഥിതി പ്രതികൂലമായേനെയെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നിരോധനത്തിന് ശേഷമുള്ള ആദ്യ യാത്രകളിൽ പതിവ് പോലെ കിളിമീൻ ധാരാളമായി ലഭിക്കുന്നുണ്ട്. ആദ്യ ദിനങ്ങളിൽ കിലോഗ്രാമിന് 250 രൂപ വരെയായിരുന്നു വിലയെങ്കിൽ ഇപ്പോൾ 140 മുതൽ 160 രൂപ വരെയായി കുറഞ്ഞിട്ടുണ്ട്. ലഭ്യത വർദ്ധിക്കുന്നതിനനുസരിച്ച് വില ഇനിയും താഴാനാണ് സാധ്യത. തമിഴ്നാട് അതിർത്തികളിലേക്കും കേരളത്തിലെ ഹാർബറുകളിൽ നിന്ന് കിളിമീൻ കയറ്റി അയക്കുന്നുണ്ട്. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന കണവയ്ക്ക് 600 രൂപയും കിനാവള്ളിക്ക് 500 രൂപയുമാണ് ഹാർബറുകളിലെ നിലവിലെ വില. കാറ്റും കോളുമുണ്ടായാൽ കൂട്ടമായി എത്തുന്ന കരിക്കാടി, പൂവാലൻ ചെമ്മീനുകൾ എന്നിവ വൈകാതെ ലഭിക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ. കിളിമീനിന് പുറമെ റിബൺ ഫിഷ് അഥവാ തളയൻ, പാമ്പാട എന്നീ മീനുകളും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റു ഹാർബറുകളിലും സമാനമായി മത്സ്യലഭ്യതയുണ്ട്. തീരപ്രദേശങ്ങളിൽ പലപ്പോഴും സമുദ്രവിഭവങ്ങൾ നന്നായി ലഭിക്കുന്നത് വില കുറയാൻ കാരണമാകാറുണ്ട്. അതേസമയം നിലവിൽ കോഴിയിറച്ചിയുടെ വിലയിലും വലിയ ഇടിവ് സംഭവിക്കുന്നുണ്ട്. ഇന്ന് കിലോയ്ക്ക് 120 രൂപ മുതൽ 135 രൂപ വരെയാണ് സംസ്ഥാനത്തെ പല ജില്ലകളിലും ഈടാക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോഴിയുടെ വരവ് കൂടിയതും സീസണൽ ആവശ്യകത കുറഞ്ഞതുമൊക്കെ ഇറച്ചി വില കുറയാൻ കാരണമായിട്ടുണ്ട്. മാത്രമല്ല, മത്സ്യലഭ്യത വർദ്ധിച്ചതും ചിക്കൻ വില കൂപ്പുകുത്താൻ കാരണമായി. ട്രോളിംഗ് നിരോധനം മൂലം മത്സ്യത്തിന്റെ ലഭ്യത കുറഞ്ഞത് ചിക്കൻ വില കുതിക്കാൻ കാരണമായിരുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.